ഒന്ന് കയറി പോന്നുണ്ടോ? ഇത് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാ. ആണുങ്ങൾ കുളിച്ചുകൊണ്ട് കരുതി ഈ അരുവി നീരാവിയായി പോകുന്നില്ലല്ലോ. വരൂ, വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കുളിക്കാം. സൂക്ഷിച്ചു മതി. ഞാനിവിടത്തെ മൂപ്പന്റെ മോളാ. ഏത് മൂപ്പരുടെ? മൂപ്പരുടെ അല്ല, കാട്ടുമൂപ്പന്റെ. ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട്. എന്നെ കണ്ട ഏത് മൂപ്പന്റെ മകനാണെന്ന് പലരും ചോദിക്കാറുണ്ട്. എന്താ പേര്? സുഗന്ധി. അതാ നല്ല മണം. ഇതൊക്കെ ഒരു നിമിത്തമാണ് സുഗന്ധി. ഞാനിവിടെ വരാനും സുഗന്ധിയെ കാണാനും. ഇനി ഏതായാലും സുഗന്ധി നീരാട്ട് കഴിഞ്ഞു പോയാ മതി. കിണറും കുളിമുറിയും ഒന്നുമില്ല ഞങ്ങൾക്ക്. കുളിക്കാതെ പോവാനും പറ്റില്ല. എന്റെ ദേവാരം കഴിഞ്ഞു. എന്താ പേര്? കുട്ടികൃഷ്ണൻ. ഫോട്ടോഗ്രാഫറാ. 16നും 26നും ഇടയ്ക്കുള്ള സുന്ദരിമാരുടെ ഫോട്ടോസ് എടുക്കല എന്റെ ഹോബി. ഈ സീനറിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ സുഗന്ധിയുടെ ചില ഫോട്ടോസ് ഞാൻ എടുത്തോട്ടെ? പക്ഷെ അതിനു മുമ്പ് കുട്ടികൃഷ്ണന്റെ പ്രാണൻ ഞാൻ എടുക്കും. അല്ല, കുട്ടികൃഷ്ണനെ എനിക്ക് പ്രാണനാണെന്ന് പറയായിരുന്നു. എന്ന് സുഗന്ധിയെ പോലെ സുന്ദരിമാരായ പെൺകുട്ടികളുടെ ഫോട്ടോസ് എടുത്ത് അതിങ്ങനെ വലുതാക്കി നിരത്തി വെച്ച് കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. കുട്ടികൃഷ്ണനെ പോലെ സുന്ദരന്മാരായ പുരുഷന്മാരുടെ തല വെട്ടിയെടുത്ത് മുന്നിൽ വെച്ച് ആ മുഖത്ത് പൗഡർ ഇട്ട് ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കാൻ എനിക്കും വലിയ ഇഷ്ടമാ. എന്തേ? ഒന്നുമില്ല, ഒരു ദാഹം പോലെ. എനിക്കുണ്ട് കുട്ടികൃഷ്ണ ദാഹം. തീരാത്ത ദാഹം. ഒന്ന് തെളിച്ചു പറ സുഗന്ധി, എന്തിനുള്ള ദാഹമാ? കുട്ടികൃഷ്ണന്റെ ചോര കുടിക്കാനുള്ള ദാഹം. അതെ, നിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്ന് കുടൽമാല പുറത്തെടുത്ത് കടിച്ചു കീറി ചോര കുടിക്കാനുള്ള ദാഹം. ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോകണമെന്നുണ്ട് നിനക്ക്. എങ്കിൽ കൂട്ടുകാരനോട് ചെന്ന് പറഞ്ഞേക്കെ റോസ് ഇവിടെ തന്നെ ഉണ്ടെന്ന്, ഈ പരിസരം വിട്ട് എങ്ങും പോയിട്ടില്ലെന്ന്. അവനെ ഞാൻ കൊണ്ടുപോകും. നീ അടക്കം എല്ലാവരെയും കൊന്നു ചോര കുടിച്ചിട്ടാണെങ്കിലും. അയ്യോ, പ്രേതം! ഞാൻ പ്രേതമല്ല, ഒറിജിനലാ. ഞാൻ വിശ്വസിക്കില്ല. സത്യം പറ, നീ റോസിയല്ലേ എന്ന്? അതെ, ഞാൻ റോസിയാണെങ്കിൽ റോസി. പക്ഷെ ഒരു കാര്യം, പഴയതുപോലെ പ്രേതമാണെന്നും കോപ്പാന്നും പറഞ്ഞു ഒച്ച വയ്ക്കരുത്. ഇവിടെ വേറെ ആൾക്കാരുള്ളതാ. തനിക്ക് അത്ര പേടിയാണെങ്കിൽ എന്തോടവാ, ഒളിച്ചിരിക്കാൻ പറ്റിയ രഹസ്യമായ സ്ഥലം ഞാൻ കാണിച്ചു തരാം. തനിക്ക് അത്ര പേടിയാണെങ്കിൽ എന്തോടവാ, ഒളിച്ചിരിക്കാൻ പറ്റിയ രഹസ്യമായ സ്ഥലം ഞാൻ കാണിച്ചു തരാം. കർത്താവെ, കുറെ കാലമായിട്ട് ഞാനിത് സഹിക്കുന്നു. ഇതെന്റെ ഐഡന്റിറ്റിയുടെ പ്രശ്നമാടാ പട്ടി. ഇന്ന് നിന്നെ ഞാൻ വെട്ടിക്കേറും. അയ്യോ, സോറി കുട്ടീഷ്ണ. അയ്യോ, എന്താ തമ്മി? പിന്നെ അരച്ച സാധനം കളിക്ക് അടുപ്പത്ത് വെച്ചേക്ക്, ഞാനിപ്പോ വന്നേക്കാം. എന്താ? അമ്മേ, കുട്ടീഷ്ണനും തൊമ്മിയും തമ്മിൽ പൊരിഞ്ഞ ഓട്ടാ. തല്ല് നടക്കുന്ന തോന്നണേ. കുട്ടികൃഷ്ണൻ എന്തെങ്കിലും ഒപ്പിച്ച് കാണും. അതവന്റെ ജാതകത്തിലുള്ളതാ. രണ്ടും തമ്മിൽ ചേരും. അമ്മേ, ഒരു മുയല്. അതതിന്റെ പാട്ടിന് പൊയ്ക്കോട്ടെ. ഹലോ, എന്താ വേണ്ടേ? കണ്ടോ, കറിക്ക് അറിയാൻ വെച്ച സാധനം എടുത്ത്. മോളെ, ദൂരെ എങ്ങും പോവല്ലേ?
അവസാനമാണെന്ന് കൂട്ടിക്കോ. ഞാൻ നിന്നിട്ട് വേണ്ടേ? അമ്മേ, എത്തിയോ? അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കൊള്ളാവോന്ന് അമ്മ തന്നെ നോക്ക്. എന്താ അത്? ഒന്നുമില്ല, ഒരു സാധനം. എന്തായാലും പറഞ്ഞൂടെ? ഏയ്, അതിന് മാത്രം ഒന്നുമില്ല. ഇത്തിരി രാസനാദിപ്പൊടിയാ. ഇത്രയും വലിയ പൊതിയിൽ മുഴുവൻ രാസാദിപ്പൊടിയാ? ഈ അമ്മ. എനിക്ക് അറിഞ്ഞൂടെ നിന്നെ? അവക്ക് എന്തോ വാങ്ങിയതാ നീ. ഇത്തിരി മുല്ലപ്പൂവാ, വഴി കണ്ട് കൊതിച്ച് വാങ്ങിയതാ. ഇനി ഇത് അമ്മ തന്നെ കൊടുത്താ മതി. അതിന് അവൾ ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? കാട്ടിൽ നിന്നെങ്ങാണ്ട് ഒരു മുയൽ ഇവിടെ വന്ന് കയറി. അതിനെ പിടിക്കാൻ പുറകെ പോയിരിക്കുക. അവൾ ഇപ്പോഴും കൊച്ചു കുട്ടിയാണെന്നാ വിചാരം. നിക്ക് നിക്ക് നിക്ക്. എവിടെ പോയി? എന്താ ഇവിടെ? ബലോട്ട ഒരു മുയല് ഈ വഴിയാ പോയത്. നാശം നാശം, എങ്ങോട്ടെങ്കിലും പോട്ടെ, വാ. ബാലോട്ടിനെന്താ വല്ലാതെ? അത് പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒറ്റയ്ക്ക് ഇങ്ങോട്ടൊന്നും വരരുതെന്ന്? എന്നോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു, വാ. ഈ ബാലോട്ടിന് എന്തോ കുഴപ്പമുണ്ടമ്മേ. ഞാൻ ആ മൊയലിന്റെ പുറകെ പോയതിന് എന്തൊരു ബഹളാ കൂട്ടിയത്. എന്റെ കെയറോപ്പിൽ ഇവിടെ വന്നേന്നുള്ള കാര്യം മറന്നു. എന്നിട്ടിപ്പൊ ഞാൻ കളിച്ചു വളർന്ന സ്ഥലമൊക്കെ എന്നെ പഠിപ്പിക്കാം. ഇങ്ങോട്ട് പോരുത്, അങ്ങോട്ട് പോരുത്. അഞ്ജലി, നിനക്കൊന്നും അറിയില്ല. അയ്യോ, ഈ ഓട്ടോ ഇതുവരെ തീർന്നില്ലേ? കുറെ നേരം ആയല്ലോ. അയ്യോ, ഇത് അതല്ല. ബാലു, വർമ്മ സാറ് തെക്കേ തൊടിയിൽ ബോധം കെട്ടി കിടക്കുന്നു. അയ്യോ ഈശ്വരാ, അച്ഛാ, എന്താ ഇത്? വർമാജി, വർമാജി. എന്താ എന്താ പറ്റി? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. പെട്ടെന്നൊരു അടിയേറ്റ പോലൊരു വീഴ്ച. പിന്നെ ഒന്നും ഓർമ്മയില്ല.